ഹലോ. അപ്പോൾ പിന്നെ ഒരു ഷോപ്പിംഗ് ഡേ കേട്ടോ. ഈ ഡിമാർട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ആക്ച്വലി ഞാൻ ഇന്ന് വന്നത് എൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ തീർന്നു പോയി. പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് വലിയ എക്സ്പെൻസീവ് സംഭവമൊന്നുമില്ല. എടുക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ ഡെയിലി ബേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ്. എൻ്റെ ക്രീമും സ്പ്രേയും പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്താലോ എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഡിമാർട്ടിൽ വന്നാൽ എൻ്റെ കാര്യം പറയണ്ടല്ലോ. ഞാൻ പ്ലാൻ ചെയ്തത് 2 സാധനങ്ങളും എടുക്കുന്നത് ഒരു 10 സാധനങ്ങളും. അതിപ്പോഴും അങ്ങനെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ആവാഹിച്ച് വിളിക്കാൻ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. പിന്നെ കുറേയൊക്കെ ജന്മനാ കിട്ടിയ കുറേ അസുഖങ്ങളാണ്. കണ്ടതും കാണാത്തതും എല്ലാം വാരി വലിച്ചെടുക്കും. എന്നിട്ട് ബില്ലിംഗ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരു ആലോചനയും ശരിക്കും ഈ സാധനമൊക്കെ എനിക്ക് വേണമെന്നല്ലേ. പക്ഷെ എന്തോ മനസ്സിനൊരു സുഖം. ഞാൻ അത്ര ഇതിനകത്ത് കണക്ക് കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ശീലം ഒന്ന് മാറ്റണം എന്നുണ്ട്. കാരണം ഞാൻ ആവശ്യമില്ലാണ്ട് കുറേയൊക്കെ ചിലവാക്കി തുടങ്ങിയെന്ന് എനിക്കൊരു സംശയം. ഇനി എനിക്ക് ജേണലും ടു ഡു ലിസ്റ്റും എല്ലാം എഴുതിയിട്ട് എല്ലാം എൻ്റെ ലൈഫ് സ്റ്റൈലൊന്ന് ശരിയാക്കി മാറ്റി ഞാൻ ആദ്യമൊക്കെ എങ്ങനെയാണോ അതുപോലെ ഈ ഇടയായിട്ട് വന്ന ശീലമായത്. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റാക്കും. അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ പെറുക്കിക്കൂട്ടി 5349 രൂപ അവിടെ കൊടുത്ത് ഒരു കവർ മനസ്സുഖം വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഉച്ച 2 മണിയായി. ICH കയറി ലഞ്ചും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കേരള സ്റ്റൈൽ ബിരിയാണി കിട്ടുന്ന എൻ്റെ അറിവിൽ ഒരേ ഒരു സ്ഥലമായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. ഇത് പുതിയ ബ്രാഞ്ചാണെന്ന് തോന്നുന്നു. ഒരുപാട് ബ്രാഞ്ച് ഇവിടെയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് ഫ്രണ്ട്സായിട്ട് ഇവിടെ വരുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും പലരും പല വഴിക്കായി, വളരെ കുറച്ച് പേര് മാത്രമായി. എന്നാലും ഇവിടെ വരുമ്പോൾ എന്തോ ഒരു ഓർമ്മ. നമ്മൾ എയർവേയിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആ ഒരു നമ്മുടെ ചരിത്രത്തിലോട്ട് പുറകെ പോവുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഓഫ് എൻ്റെ നൈറ്റ് ഡേ വരും ഉറപ്പ്. കാരണം എനിക്ക് കറങ്ങാൻ പോക്കലാണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി നോക്കത്തില്ല, നിങ്ങൾ ഓഫായിരിക്കും. നിങ്ങൾ അടിച്ച് പൊളിച്ച് വന്ന് കിടന്നുറങ്ങുമ്പോൾ ഞാൻ പോയിട്ട് ഡ്യൂട്ടി ചെയ്യും. പാവം അത് എപ്പോഴും അങ്ങനെ മിക്കതും ഉണ്ടാവാറ്. നീതുവിന് 8 hours ഡ്യൂട്ടി ആയിരിക്കും, എൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. അതെപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ എന്തൊക്കെയോ തള്ളി മറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫുഡ് വന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഷെഫ് മാറിയത് കൊണ്ടാണോ അതോ ന്യൂ ബ്രാഞ്ച് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഫുഡിന് ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്നില്ല നല്ലത്. ഞാൻ കഴിഞ്ഞ കളർ വെച്ചിട്ട് ചിക്കൻ ഇത്രയും കളർ മുളകിൻ്റെ ഒരു മസാല ഇല്ല ഇത്. ബിരിയാണിയിൽ കുറേ കളറ് വാരിയിടാൻ കളറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പോൾ ബൈ.